الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹപൂർണമായ സുദിനങ്ങളിലൂടെയാണ്, നിമിഷങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ മാസത്തിലെ ഓരോ നിമിഷവും സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ വേദഗ്രന്ഥങ്ങളുടെ അവതരണം കൊണ്ട് ധന്യമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ. തൗറാത്തും ഇഞ്ചീലും സബൂറും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന ഏടുകളും മാത്രമല്ല, വേദഗ്രന്ഥങ്ങളുടെ അന്തിമ പതിപ്പായ വിശുദ്ധ ഖുർആനും അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഈ അനുഗ്രഹീതമായ മാസത്തിലാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യാസത്യ വിവേചനമായി, സന്മാർഗ ദർശനമായി, സന്മാർഗത്തിന്റെ സുവ്യക്തമായ വിവരണമായി വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ള മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീതമായ മാസത്തിന് സാക്ഷികളായി അല്ലാഹു ആവശ്യപ്പെട്ടതുപോലെ വ്രതമെടുത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും വിശിഷ്ടമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ സന്മനസ്സോടുകൂടി ഒത്തുചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഈ വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എത്രമാത്രമുണ്ട് എന്ന് ആലോചിക്കുന്നത് തീർച്ചയായും സംഗതമായിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മോക്ഷത്തിന്റെ മാർഗദർശനമായി അവതരിപ്പിച്ചിട്ടുള്ള ഖുർആനുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഭാഗ്യവാന്മാരായി മാറിയിട്ടുണ്ടോ നാം ഓരോരുത്തരും? അതല്ല അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ശരിയാം വിധം ഉപയോഗപ്പെടുത്താതെ ഹതഭാഗ്യരായി തീരുന്ന വ്യക്തികളിലാണോ നാം ഉൾപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് നാം ഓരോരുത്തരും കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗദർശനവുമായി നിയോഗിച്ചയച്ചിട്ടുള്ള അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അല ഇന്നി താരിഖുൻ ഫീകും സിഖലൈൻ അഹദുഹുമാ കിതാബല്ലാഹ്. ഞാനിതാ വളരെ ഭാരിച്ച രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാകുന്നു, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാകുന്നു. അത് അള്ളാഹുവിന്റെ പാശമാണ്. മനിത്തബഅഹു കാന അലൽ ഹുദാ വമൻ തറകഹു കാന അലൽ ളലാല. ആരെങ്കിലും അള്ളാഹുവിന്റെ ആ പാശം മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, ഖുർആനിനെ ശരിയാം വിധം പിന്തുടരുകയാണെങ്കിൽ, തീർച്ചയായും അവൻ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലായിരിക്കും. ആരെങ്കിലും ആ ഖുർആനിനെ പരിത്യജിക്കുന്നുവെങ്കിൽ, കൈയൊഴിക്കുന്നുവെങ്കിൽ, കാന അലാ ദലാലത്തിൻ, അവൻ വഴികേടിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസത്തിൽ, അനുഗ്രഹീതമായ സുദിനത്തിൽ, അനുഗ്രഹീതമായ നിമിഷത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്, ഖുർആനിന്റെ സന്മാർഗ ദർശനം ശരിയാം വിധം സ്വീകരിച്ച് വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണോ നാം? അതല്ല ഖുർആനിന്റെ വെളിച്ചത്തെ അവഗണിച്ചുകൊണ്ട് ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വഴികേടിൽ മുന്നോട്ട് നീങ്ങുന്ന വീടുകളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നാം ആവരിച്ചു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഉത്തമനായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പഠിപ്പിക്കുന്ന ഉത്തമൻ, ഖുർആൻ പഠിക്കുന്ന ഉത്തമൻ, രണ്ടിലേതെങ്കിലും ഒന്നായി മാറാൻ, രണ്ടും കൂടിയായി മാറാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിർ പറഞ്ഞല്ലോ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വയുഖീമൂന അസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാകും സിർറൻ വഅലാനിയ്യ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം ശരിയാം വിധം പാരായണം ചെയ്യുന്നവർ, അല്ലാഹുവിന് നിരന്തരമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കച്ചവടത്തെയാണ് അഭിലഷിക്കുന്നത്. ആ അഭിലഷിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നഷ്ടപ്പെട്ടു പോകാത്ത കച്ചവടത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ പ്രഥമ ഗുണമായി ഈ വിശുദ്ധമായ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം ശരിയാം വിധം പാരായണം ചെയ്യുന്നവർ എന്നാണ്. സൂറത്ത് അൽ ഇസ്രാ 17-ാമത്തെ സൂറയിൽ 9-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്റബ്
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഋജുവായ ഒരു മേഖലയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. വിശ്വാസപരമായ, ആരാധനാപരമായ, ആചാരപരമായ ഏറ്റവും ഋജുവായ മേഖലയിലേക്ക് വിശുദ്ധ ഖുർആൻ മനുഷ്യന് വഴി കാണിക്കുന്നു. വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്ന ആ ഋജു പാത ഏതാണ് എന്ന് ഖുർആനിക വചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശ്വാസപരമായി ഏറ്റവും ശരിയായ പാത ഏതാണ്? കർമ്മപരമായി ഏറ്റവും ശരിയായ പാത ഏതാണ്? സ്വഭാവപരമായി ഏറ്റവും ശരിയായ പാത ഏതാണ്? സാംസ്കാരികമായി ഏറ്റവും ശരിയായിട്ടുള്ള പാത ഏതാണ് എന്ന് ഖുർആനിക വചനങ്ങളിലൂടെ ശരിയാവിധം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം സരളമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന വല്ലവരുമുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ആലോചിക്കുന്ന വല്ലവരുമുണ്ടോ എന്ന ഖുർആനിന്റെ ചോദ്യത്തിന് ആലോചിക്കുന്നവനായി ഞാനുണ്ട് എന്ന് ഖുർആനിലൂടെ മറുപടി പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ വചനം. തീർച്ചയായും നാം നിങ്ങളിലേക്ക് ഒരു ഉത്ബോധനത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എന്താണ് ആ പരാമർശം? നമ്മെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നടത്തിയിട്ടുള്ള പരാമർശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ, പഠിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സമയം ഉണ്ടാകാറുണ്ടോ? പിന്നിട്ട നാളുകളിൽ, പിന്നിട്ട ജീവിതത്തിൽ ഇതിനുള്ള സമയങ്ങൾ, സന്ദർഭങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ കണ്ടെത്തി ആശ്വാസമരുളുന്ന വ്യക്തികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പരിതപിച്ചിട്ടുള്ള വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയും, എന്റെ നാഥ, എന്റെ രക്ഷിതാവേ, എന്റെ ഈ സമൂഹം ഈ വിശുദ്ധ ഖുർആനിനെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞു. അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞ, ഖുർആൻ ശരിയാം വിധം കേൾക്കാത്ത, ഖുർആൻ ശരിയാം വിധം മനസ്സിലാക്കാത്ത, ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്തിട്ടും ആ പാരായണത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ശരിയാം വിധം ക്രമീകരിക്കാത്ത, ഖുർആനിക വചനങ്ങളെ സംബന്ധിച്ച് കുറ്റാലോചിക്കാത്ത, ഖുർആനിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള ഹതഭാഗ്യരായിട്ടുള്ള വ്യക്തികളിലാണോ നാം ഉൾപ്പെടുന്നത്? ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയുണ്ടായി, ഹജ്റുൽ ഖുർആൻ അൻവാ, ഖുർആനിനെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ, ഖുർആനിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളുണ്ട്. അതിലൊന്ന് ഹജ്ർ സമാഇൽ ഖുർആനി, ഖുർആൻ കേൾക്കുന്നതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഖുർആൻ ശരിയാവിധം കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് വൽ ഈമാനു ബിഹി, ആ ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഇനമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹജ്റുൽ അമലി ബിഹി വഇൻ ഖറഅ വആമന ബിഹി. ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും, ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, ഖുർആൻ ഏതൊരു കാര്യമാണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. വൽ വുഖൂഫ് ഇൻ ഹലാലിഹി വ ഹറാമിഹി,
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഹലാലായി പരിഗണിക്കുകയും ഹറാമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ തന്നെ മനസ്സിലാക്കി ഒഴിവാക്കുകയും ചെയ്യുക എന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു അജ്റു തദബ്ബുറിൽ ഖുർആനി വ തഫഹ്ഹുമിഹി, ഖുർആനിനെ ശരിയാം വിധം അറിയുക, ശരിയാം വിധം മനസ്സിലാക്കുക, ഖുർആനിനെ പറ്റി ശരിയാം വിധം ഉറ്റാലോചിക്കുക എന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. നാലാമതായി അദ്ദേഹം പറഞ്ഞു ഹജ്റു തഹ്കീമുൽ ഖുർആനി വ തഹാകുമു ഇലൈഹി ഫി ഉസൂലുദ്ദീൻ വ ഫുറൂഇഹി, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാകട്ടെ ശാഖാപരമായ കാര്യങ്ങളിലാകട്ടെ ഖുർആനിന്റെ വിധി തേടുക. ഖുർആനിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അവിടെ നിൽക്കുക എന്നതിനെ ഒഴിവാക്കുക. ഖുർആനിൽ നിന്ന് ഒരു വിധി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ആ വിധിക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. ആ ബാധ്യത വിസ്മരിച്ചുകൊണ്ട് ഖുർആനിനെ കൈപിടിക്കുക. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസ്സുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കുള്ള ശിഫയാണ് മനുഷ്യ മനസ്സുകളിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ഔഷധം സ്വീകരിക്കുന്നതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു മേഖല നമ്മുടെ വശത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ഖുർആനിനെ കൈയൊഴിച്ച ഇബാദത്തിലാണ് ഉൾപ്പെടുക എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ച് ആലോചിക്കണം, ആത്മവിചിന്തനത്തിന് നാം തയ്യാറാകണം. ഖുർആനിനെ ശരിയാം വിധം ദിനേന പാരായണം ചെയ്യുന്ന വ്യക്തികളാണോ നമ്മൾ? ഖുർആനിക വചനങ്ങൾ പഠിക്കുവാനുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ശരിയാം വിധം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഖുർആനിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാം വിധം ക്രമീകരിക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടോ? അതല്ല, തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോക്ഷത്തിന്റെ മാർഗദർശനമായി നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വിശുദ്ധമായ വചനങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ളതാണോ നമ്മുടെ പ്രയാണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പ്രയാണം നടത്തുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ ഖാല കദാലിക അതതക ആയാതുനാ ഫനസീതക വകദാലികൽ യൗമ തുൻസാ വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന്, എന്റെ ഉദ്ബോധനത്തിൽ നിന്ന്, ഐ അനിൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ആർ മുഖം തിരിക്കുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ദൻക, തീർച്ചയായും അവന് കുടുസായ ഒരു ജീവിതമാണുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ത്യനാളിൽ അന്ധനായി നാം അവനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ അവൻ ചോദിക്കുമത്രേ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, നാഥ, ഞാൻ ദുനിയാവിൽ കാഴ്ചശക്തിയുള്ളവനായിരുന്നല്ലോ, എന്നിരിക്കെ ഇന്ന് എന്തിനാണ് നീ എന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഭൗതികമായ ജീവിതത്തിൽ കാണാനുള്ള കണ്ണുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ എന്റെ സുവ്യക്തമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖകൾ നിനക്ക് വന്നെത്തി. അപ്പോൾ ആ വേദഗ്രന്ഥത്തെ നീ വിസ്മരിച്ചു കളഞ്ഞു. അപ്രകാരം നീ ഇന്ന് വിസ്മരിക്കപ്പെടുന്നു. നിനക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ അപ്രകാരം നീ വിസ്മരിച്ചുവോ, നീ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയോ, അതേ പ്രകാരം നീ ഇന്ന് വിസ്മരിക്കപ്പെടുകയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നും സൂറത്തുൽ താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പിനെ ഭയപ്പെട്ടുകൊണ്ട്
ഈ അനുഗ്രഹീതമായ മാസത്തിൽ, അനുഗ്രഹീതമായ ദിവസത്തിൽ, അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു പുനരാലോചന നടത്തിയും എവിടെയെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്തുമെന്നുള്ള പ്രതിജ്ഞയെടുത്തും വരാനിരിക്കുന്ന നാളുകൾ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സാധിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ, സജ്ജനങ്ങളിൽ, സജ്ജനത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനവധി അനുസ്യൂതമായ അനുഗ്രഹങ്ങൾക്ക് അവനോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ആത്മാർത്ഥമായി അവന് ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വിശിഷ്ടമായ ഭവനമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലും അതിന്റെ സംരക്ഷണത്തിൽ ഏർപ്പെടുന്നതിനും അള്ളാഹുവും അവന്റെ പ്രവാചകനും വർദ്ധിച്ച പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ ബന മസ്ജിദൻ യുദ്കറു ഫീഹി ഇസ്മുഹു ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവിന്റെ നാമം അനുസ്മരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഒരു ഭവനം, ഒരു പള്ളി പണിതിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം പണിതു കൊടുക്കുന്നതാണ്. മറ്റൊരു വചനത്തിൽ കാണാൻ നമുക്ക് സാധിക്കും, മൻ ബന മസ്ജിദൻ ഫലഹു മിത്ലുഹു. തീർച്ചയായും ഒരു വ്യക്തി ഒരു പള്ളി പണിതു, എത്ര വിസ്തൃതിയുള്ള പള്ളിയാണോ അയാൾ പണിതിട്ടുള്ളത് അപ്രകാരമുള്ള ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ പണിതു കൊടുക്കുന്നതാണ്. മറ്റൊരു വചനത്തിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ കമാ ഹസിഖത ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു വ്യക്തി ഒരു പക്ഷി അടയിരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ കൂട്, പ്രാവുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രാവ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴി അതിന് മുട്ടയിടുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചെറിയൊരു അത്രത്തോളം മാത്രം വിസ്തൃതിയുള്ള ഒരു ഭവനം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യക്തി ആത്മാർത്ഥമായി പണിതുയർത്തിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം പണിതു കൊടുക്കുന്നതാണ്. അഥവാ നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഭവനത്തിന് വേണ്ടി നാം എന്തു സംഭാവന ചെയ്താലും അല്ലാഹുവിന്റെ അടുത്ത് അത് വർദ്ധിച്ച രൂപത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും അന്ത്യനാളിൽ സ്വർഗ്ഗത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായ ഭവനം അതിന് പകരം നൽകുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഹുസൈൻ റഹിമഹുല്ലാഹ് ചോദിക്കപ്പെടുകയുണ്ടായി, ശഖ്സാനി ഔ സലാസത്തു അശ്ഖാസ് ഔ അക്സർ اشتركوا في بناء مسجد هل يكتب لكل واحد منهم أجر بناء بيت. രണ്ടാളുകൾ അതല്ലെങ്കിൽ മൂന്നാളുകൾ അല്ലെങ്കിൽ മൂന്നിലധികം ആളുകൾ ചേർന്നു ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി എങ്കിൽ ഓരോ ആളുകൾക്കും ഒരു ഭവനം പണിതതിന്റെ കൂലി അല്ലാഹു നൽകുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അൽ ഖറഅത സൂറത്ത് സിൽസാൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങിയിട്ടുള്ള ഖുർആനിക സൂക്തം താങ്കൾ പാരായണം ചെയ്തിട്ടില്ലേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു വ്യക്തി അണുത്തൂക്കം നന്മ ചെയ്താൽ അത് അവന് കാണാൻ സാധിക്കും.
ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതും അവന് കാണാൻ സാധിക്കുമെന്ന വചനം താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഇപ്രകാരം പങ്കാളിത്തത്തോടുകൂടി ഒരു വ്യക്തി ഒരു ചില വ്യക്തികൾ പള്ളി പണിതിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമതൊരു കാര്യം കൂടി കിട്ടും, രണ്ടാമതൊരു കൂലി കൂടി അവർക്ക് കിട്ടും. ആ കൂലി എന്താണ് എന്ന് ചോദിച്ചാൽ അവർ നന്മയുടെ കാര്യത്തിൽ സഹകരിച്ചു എന്നതിന്റെ കൂലിയാണ്. അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്, അയാൾക്ക് ആ പള്ളി പണിയുന്നതിന് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുള്ള സംഭാവനക്കനുസരിച്ച് കൊണ്ടുള്ള കൂലി കിട്ടും. അതോടൊപ്പം ഈ ഒരു ഉന്നതമായ ഭവനം പടുത്തുയർത്തുന്നതിന് വേണ്ടി അയാൾ സഹായിച്ചതിന്റെ കൂലിയും അയാൾക്ക് കിട്ടും. കാരണം അവർ പരസ്പരം ചേർന്നുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്ന രൂപത്തിലുള്ള സംഭാവനകൾ നൽകാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഒരു വലിയ പള്ളി അവിടെ പടുത്തുയർത്തുവാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, പരസ്പരം സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ പള്ളി അവിടെ പൂവണിയുമായിരുന്നില്ല. അതുകൊണ്ട് അവർ സഹകരിച്ചതിന്റെ കൂലിയും അവർക്ക് ലഭ്യമാകുന്നതാണ്, അവർ മുടക്കിയിട്ടുള്ള പണത്തിനനുസരിച്ച് കൊണ്ടുള്ള കൂലിയും അവർക്ക് ലഭ്യമാകുന്നതാണ് എന്നും ഉസൈമിൻ റഹ്മത്തുള്ള മറുപടി നൽകിയത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റുവട്ടത്തും ഒട്ടധികം പള്ളികൾ ഉയർന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ആരാധനകളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഓരോ നിമിഷവും സാർത്ഥകമാക്കി തീർക്കുന്ന, സമ്പന്നമാക്കി തീർക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി തീർക്കുന്ന വിജയികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സമ്പൂർണ്ണമായ സമാധാനം നൽകുമാറാകട്ടെ, സമ്പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الهدى والتقى والعفاف والمغفرة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.